പ്രതീക്ഷിക്കാതെ ഒരു സസ്പെൻസാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകണ്ടപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമുക്ക് ലീവ് കിട്ടുന്ന കാലം എന്ന് വെച്ചാൽ ഒരു 2 മാസമായിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻജോയ്മെൻറ്റിൽ ബസ്സിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളതേ കോളേജിൽ നിന്ന് ബസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആവശ്യപ്പെട്ട് അങ്ങനെ ഇടയിൽ ബസ് എടുക്കും. നമ്മളിതേ സ്റ്റേഷനിലെത്തിയിട്ട് നമ്മൾ ഒരുപാട് നേരത്തെ എത്തിയത്. നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തത് 9 മണിയുടെ ട്രെയിനായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ എത്തിയതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം കണ്ടത് സേലം സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള പള്ളിയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും വിചാരിച്ചില്ല, നേരെ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി അപ്പാപ്പനോട് പള്ളി ഓപ്പൺ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഏത് വഴി കയറേണ്ടതെന്നൊക്കെ ചോദിച്ചു. നമ്മൾ പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ഇതുവരെ പള്ളിയിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പള്ളി കണ്ടപ്പോൾ പള്ളിയിൽ പോയച്ചു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ നേരത്തെ എത്തി. അപ്പോൾ ഇതാ പള്ളി കാഴ്ച കാണിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. ആദ്യം നമ്മൾ പള്ളിയിൽ കയറി, വേറെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മെല്ലെ ഇറങ്ങി. പിന്നെ നമ്മൾ പള്ളിയുടെ ചുറ്റുപുറം നമ്മളൊന്ന് കാണാൻ ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ എത്തി വലിഞ്ഞ് നോക്കി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളവിടെ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണ്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന്. അങ്ങനെ നമ്മൾ ബർഗർ കഴിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ എത്തിയിരിക്കുന്നു. കട കാണിക്കാൻ. ബർഗർ കഴിക്കാൻ പോയിട്ട് അവസാനം ബർഗർ ഇല്ലാന്ന് പറയില്ല. അവസാനം ബർഗർ ഇല്ലാന്ന് പറഞ്ഞു. മഷ്റൂമിന്റെ മൂന്ന് സാൻഡ്വിച്ച്, 2 എഗ് പപ്സുമാണ്. 2 മഷ്റൂമും പിന്നെ 2 ബ്ലൂബെറി ആയിട്ട് മേടിച്ച്. നല്ല ഫാസ്റ്റാണ് ഇവിടെ മതി. ഞങ്ങളിലാട്ടോ. എടി ഓക്കെ ബൈ. ഇനി ഞാൻ വീഡിയോക്കില്ല. ഞാൻ തിന്നാൻ പോകും. ഓക്കെ, എപ്പടി ഇருக்கு? അത് കണ്ട് വെള്ളർക്കിരിക്കുന്നതുകൊണ്ട് ഒന്ന് എനിക്കൊരു വായ തന്നു കേട്ടോ അവൾ കഴിക്കാൻ. പക്ഷെ റിയ ആർക്കും തരാണ്ട് ഒറ്റയ്ക്ക് വെട്ടി വിഴുങ്ങുമായിരുന്നു. ആർക്കും കൊടുത്തില്ല കേട്ടോ പെണ്ണ്. അങ്ങനെ ബർഗർ ഓർഡർ ചെയ്തിട്ട് അവസാനം ഓർഡറുകളെല്ലാം മാറ്റി. അങ്ങനെ മഷ്റൂം പപ്സ് മാത്രം വന്നു. ഞങ്ങളവിടെ ഇപ്പോഴും നോക്കിയിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവസാനം ദിവ്യ ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു, അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ഓർഡർ ചെയ്ത സാധനം വരാൻ വൈകിയതുകൊണ്ട് ഡയറി മിൽക്ക് പൊട്ടിച്ച് എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അത് പൊട്ടിച്ച തക്ക സമയത്ത് തന്നെ നമ്മുടെ സാൻഡ്വിച്ച് എത്തിയിരിക്കുകയാണ്. സാൻഡ്വിച്ചിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. സാധനം കണ്ടപ്പോഴേ ഞാനതെടുത്തു. പിന്നെ അതിൽ നമ്മൾ സോസ് ഒഴിച്ച് നമ്മൾ അതിന് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ സാധനം. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനം കഴിച്ച് നോക്കിയപ്പോൾ. അങ്ങനെ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്തില്ല, സാധനം അകത്താക്കി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹോസ്റ്റലത്തെ ഫുഡ് കഴിച്ചാൽ അതൊക്കെ മടുത്തിരിക്കുമ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനത്തെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത്. ആ ഒരു സമയത്ത് കിട്ടുന്ന ഫീൽ അതൊരു വേറൊരു ഫീലായിരുന്നു. എന്തായാലും അത് കഴിച്ച് വന്നപ്പോഴേക്കും നമ്മളൊരു ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെയ്ക്കും എത്തിയിട്ടുണ്ട്. ഇത് കിട്ടാത്തതിൻ്റെ ആക്രാന്തത്തിലാവുന്നു ഒരാളതവിടെ പ്ലേറ്റ് തുടച്ച് കഴിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര വിശപ്പായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ബില്ലാക്കിയിട്ട് നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോൾ ബാക്കിയുള്ള ഡയറി മിൽക്കും കൂടെ നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ടും വയറ് നിറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതേ ബിരിയാണി കഴിക്കാൻ പോവാണ്. സത്യത്തിൽ ഞങ്ങളുടെ വയറ് നിറഞ്ഞിരുന്നു. എന്നാലും ബിരിയാണി എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബിരിയാണി കഴിക്കാൻ കയറിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്ത് മിക്സഡ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുന്നത്. വീട്ടിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാറുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് അത്. ഈ ഒരു കടയിൽ തന്നെ വന്നിട്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കാറ് കേട്ടോ. അപ്പോൾ അതിന് കട്ട വെയിറ്റിങ്ങിലായിരുന്നു എല്ലാവരും. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. സാൻഡ്വിച്ച് കഴിച്ചതുകൊണ്ട് വയറ് കുറച്ച് ഫുള്ളായതുകൊണ്ട് നമ്മൾ 2 ഫുള്ള് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ 2 ഫുള്ള് ബിരിയാണി നമ്മൾ 4 പേരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. അവസാനം ആർക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ബാക്കി വെച്ചു. പക്ഷെ നമ്മൾ അടുത്ത പ്രാവശ്യം ഇത് ഓർത്ത് വിഷമിക്കരുതെന്ന് പറഞ്ഞിട്ട് അതും എങ്ങനെയും കഷ്ടപ്പെട്ട് കഴിച്ച്. അങ്ങനെ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വന്നു കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ നമ്മളൊരു ഡ്യൂപ്ലിക്കാതിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ലീനത് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്ക് ട്രെയിനിൻ്റെ സമയമായിട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ
ട്രെയിൻ കയറിയപ്പോൾ ഒരു കൊച്ചിനൊക്കെ കണ്ടു. നമ്മൾ ഭയങ്കര തിരക്കായിട്ട് നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയോ ഇരുന്നതാണ്. നമ്മൾ കളിച്ച് പുറത്തോട്ട് നോക്കിയിരുന്നൊക്കെ സമയം ആക്കി. അങ്ങനെ നമ്മളിതേ ഒറ്റപ്പാലത്ത് എത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് എത്തിയപ്പോൾ എൻ്റെ അച്ഛൻ അവിടെ ഇറങ്ങുന്നോടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എത്തി. സമയം എത്തിയപ്പോൾ ഒരു 12 മണി കേട്ടോ. നമ്മൾ 6:40 ട്രെയിനാണ് അവിടെ നിന്ന് കയറിയത്. അപ്പോൾ ഒരു 12 മണിയായി നമ്മൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ മാത്രമാണ് കണ്ടുള്ളൂ. വേറെ ആരും വരുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ അപ്പോഴാണ് ഞാൻ സർപ്രൈസ് കണ്ടത്. എൻ്റെ അമ്മ ആരും അവിടെ ഉണ്ടായിരുന്നു. ഇതൊരു സർപ്രൈസ് ആയിപ്പോട്ടെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ വരുന്നത്. അങ്ങനെ നമ്മളതേ വണ്ടി കയറിയിരുന്നു. അങ്ങനെ നമ്മളതേ വീട്ടിലോട്ട് പോവാണ്. പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ആര്യനെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം ഒരു 2 മാസത്തെ ലീവിനാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഹാപ്പിയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സസ്പെൻസാണ് കിട്ടിയത്. നല്ല ഹാപ്പിയായി. ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മയും ആരും വരുന്നു. ഞങ്ങൾ ഒളിഞ്ഞൊക്കെ ഇരുന്നു. കണ്ടപ്പോൾ ശരിക്കും അങ്ങനെ. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ദീർഘദൂര യാത്ര കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടൈം ശരി കറക്റ്റ് 12 മണിയാണ്. അപ്പോൾ അവൾക്ക് ഫുഡ് കഴിക്കണ ചോദിച്ചോക്കട്ടെ. ഫുഡ് അപ്പോൾ പാതിരാത്രി കയറി വന്നിട്ട് രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കണം. ഭാര്യ ഉണ്ടാക്കിയ ഓംപ്ലേറ്റ് ആണിത്. അങ്ങനെ വിശന്ന് ഞാനിത് മുട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ചോളമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഇടയ്ക്ക് ആർക്കൊരു വായ തരുമോ ചോദിച്ചു. അപ്പോൾ ഞാനതിൻ്റെ സന്തോഷത്തിൽ ഒരു വായൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ചോളമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നേരെ കിടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നേരെ കുളിക്കാൻ പോയി. കുളിച്ച് വന്നിട്ട് നമ്മൾ കിടക്കാൻ പോവാണ് കേട്ടോ. സാധാരണ ഞാനും ഒന്നിച്ച് കിടക്കണതാണ്. ഞാനില്ലാത്തതിന് ശാരി എപ്പോഴും ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. എൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഡോക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ മുഖമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഈ കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് നമ്മളിതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ 2 പേരുടെ പരിപാടികളും കഴിഞ്ഞ് നമ്മളിതേ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.